പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ മകരവാർത്തക്കാലത്താണ്. രക്ഷകൻ്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാണ്. ഈ സാഹചര്യത്തിൽ സ്നാപക യോഹന്നാൻ രക്ഷകനെ സ്വീകരിക്കാനായിട്ട് ആവശ്യമായത് എന്താണെന്ന് ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ് നമ്മളെ അനുസ്മരിപ്പിക്കുക. 2 കാര്യങ്ങളുണ്ട് പറയുക. ഒരു ആഹ്വാനമുണ്ട്, അതിന് പിന്നെ ഒരു പ്രസ്താവനയുണ്ട്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താണ് സ്വർഗരാജ്യം? മറ്റ് സുവിശേഷങ്ങളിൽ ദൈവരാജ്യം എന്ന് പറയുന്നു, മത്തായി സ്വർഗരാജ്യം എന്ന് പറയുന്നത്. കാരണം ദൈവത്തോടുള്ള ആദരവ് മൂലം ദൈവം എന്ന വാക്കുപോലും ഉപയോഗിക്കാറില്ല ഈ സെമിറ്റിക് ശൈലി. അതുകൊണ്ടാണ് സ്വർഗരാജ്യം. ദൈവരാജ്യം ഒന്ന് തന്നെയാണ്. ദൈവം ഭരണം നടത്തുന്നു. ദൈവം നമ്മുടെ പിതാവാണ്. ദൈവം തൻ്റെ ഭരണം നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നു. അതാണ് സമീപിച്ചിരിക്കുന്നു, അടുത്തെത്തിയിരിക്കുന്നു. അതിനെന്തു ചെയ്യണം? മാനസാന്തരപ്പെടണം. മെത്താനോയേത്ത് എന്നാണ് ഗ്രീക്ക് വാക്ക്. നമ്മൾ അനുതപിക്കും എന്നാണ് പൊതുവെ ചെയ്തിരുന്നത്. അനുതാപവും മാനസാന്തരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അനുതാപം തുടക്കമാണ്, ചെയ്ത് തെറ്റാണെന്നുള്ള ബോധ്യമുണ്ടാകുന്നു, ആ ബോധ്യത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നു. ഇതാണ് അനുതാപം. പക്ഷേ അതുകൊണ്ടായില്ല. അനുതപിച്ചാൽ മാത്രം പോരാ, മനസ്സ് തിരിയണം, പുതിയ മനോഭാവം ഉണ്ടാകണം. അപ്പോൾ എന്താണ് ഈ മനോഭാവം? മനോഭാവം ഉണ്ടാകേണ്ടത് ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ഇപ്പോൾ എന്നെ നയിക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതമാണ്. അതുപോലെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾ സഹോദരങ്ങളാണ്. അപ്പോൾ ദൈവത്തോടും സഹജീവികളോടുള്ള ആ മനോഭാവത്തിൽ സമീപനത്തിൽ മാറ്റം ഉണ്ടാകണം, മനസ്സു തിരിയണം, പുതിയ മനോഭാവം ഉണ്ടാകണം. ആ മനോഭാവം ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പ്രവേശിക്കാൻ ദൈവത്തിൻ്റെ മക്കളായി അംഗീകരിക്കപ്പെടുക, അതിന് ആവശ്യം മാനസാന്തരമാണ്. അപ്പോൾ ആ മാനസാന്തരം, പുതിയ മനസ്സുണ്ടാവുക, അത് തമ്പുരാൻ നൽകുന്ന ദാനമാണ്, അവിടുത്തെ വിളിക്കുള്ള ഉത്തരമാണ്. അപ്പം മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പം നമുക്കൊരു പുതിയ മനസ്സ് തരാൻ, പുതിയ ഹൃദയം നൽകാൻ കർത്താവ് നമ്മൾക്ക് ആഹ്വാനം ചെയ്യുകയാണ്. അത് സ്വീകരിക്കാനുള്ള കൃപ കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുക.